പ്രൈസ് ലോർഡ്. പ്രതീക്ഷിക്കുന്ന നാമത്തിൽ സ്നേഹത്തെ എല്ലാ ദൈവം അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദിവസം ദൈവമായിട്ട് ഷെയർ ചെയ്യേണ്ട ഹൃദയത്തിലേക്ക് കർത്താവ് തന്ന ഒരു ചിന്ത, നമ്മുടെ പിതാവിൻ്റെ വരവിന് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന വ്യക്തിജീവിതങ്ങളാണല്ലേ. ഏത് സമയവും കർത്താവ് വരും, കാഹളനാദത്തോടെ നമ്മുടെ അപ്പൻ വരും നമ്മളെ റിസീവ് ചെയ്യാൻ എന്ന ആഗ്രഹത്തോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം റിസീവ് ആയിട്ടുണ്ടോ എന്നൊന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. കാരണം കർത്താവിൻ്റെ വരവിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അപ്പൻ തന്ന പ്രോമിസുകൾ നിറവേറേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഈ ദിവസങ്ങളിൽ അത് നമുക്ക് ലഭിക്കുന്നില്ല, നമ്മുടെ കരങ്ങളിൽ എത്തിയിട്ടില്ല എങ്കിൽ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കാരണം നമ്മുടെ വിശ്വാസക്കുറവ് പലപ്പോഴും നമ്മുടെ വാഗ്ദത്തങ്ങൾ റിസീവ് ചെയ്യാൻ വൈകിക്കുന്നു അല്ലേ. അതാണ് അതിൻ്റെ മെയിൻ റീസൺ. ഒരിക്കലും നമ്മൾ കർത്താവിനെ കുറ്റം പറയാനോ അപ്പനെ തള്ളിപ്പറയാനോ ദൈവം ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. പലപ്പോഴും നമ്മുടെ വിശ്വാസമില്ലായ്മ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കുറവല്ലേ. നമുക്ക് അതിൻ്റെ ഉദാഹരണമായിട്ട് നമ്മുടെ അബ്രഹാം പിതാവിനെ തന്നെ എടുക്കാം. അദ്ദേഹം എങ്ങനെ ആഗ്രഹിച്ചത്, ആശയ്ക്ക് വിരോധമായിട്ടാണ് ആഗ്രഹിച്ചത് അല്ലേ. നമ്മൾ ഈ ദിവസങ്ങളിൽ അങ്ങനെ ചെയ്യാറുണ്ടോ? കാരണം കുഞ്ഞുങ്ങളുണ്ടാകാൻ ഒരു സാധ്യതകളുമില്ല. പ്രായമായി, സാരയ്ക്കും അദ്ദേഹത്തിനും പ്രായമായി, വളരെയധികം ബലഹീനമായ ശാരീരികമായ ബലഹീനതയുടെ നടുവിലും പിതാവ് വാഗ്ദത്തം ചെയ്യാം, കൊടുക്കാം എന്ന് പറഞ്ഞത് അല്ലേ. അവർ ആശയ്ക്ക് വിരോധമായി, അവർക്കൊന്നറിയാമായിരുന്നു ഈ ലോകത്തെ സൃഷ്ടിച്ച എൻ്റെ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരികെ തന്നെ ചെയ്യുമെന്ന്. വിരോധമായി അല്ലേ, അങ്ങനെ വേണം പറയാൻ. ആശയ്ക്ക് വിരോധമായി, കാരണം ചാൻസേ ഇല്ല. ആ ചാൻസ് ഇല്ലാത്ത സ്ഥാനത്താണ് കർത്താവ് പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ചത്. ദൈവമക്കളെ, നമ്മൾ ഈ ദിവസങ്ങൾ അങ്ങനെയാണോ എന്ന് നമ്മളെ തന്നെ തിരിഞ്ഞു നോക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ വാഗ്ദത്തം കിട്ടും. നമ്മൾ ആ സമയത്ത് തന്നെ എന്തെങ്കിലും ചെറിയൊരു നെഗറ്റീവ് വന്നാൽ തന്നെ ആ വാഗ്ദത്തം തള്ളി നമ്മുടെ നാവ് കൊണ്ട് തന്നെ പറയും, ഓ എനിക്ക് കിട്ടത്തില്ല, ലഭിക്കത്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ വാഗ്ദത്തെ നമ്മൾ തന്നെ റിജക്റ്റ് ചെയ്യുന്നൊരു അനുഭവം അല്ലേ. ഈ ദിവസങ്ങളിൽ ആ ഒരു മെൻറ്റാലിറ്റിക്ക് നമ്മുടെ മാറ്റം വരണം, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരണം. പറഞ്ഞത് ദൈവമാണെങ്കിൽ, കർത്താവാണെങ്കിൽ അദ്ദേഹം നിവർത്തിക്കുക തന്നെ ചെയ്യും. പക്ഷേ വിശ്വാസത്തോടെ അത് ഏറ്റെടുക്കുക എന്നുള്ളത് എൻ്റെയും നിങ്ങളുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. അതിന് ദൈവത്തെ കുറ്റം പറ്റ ഒരു കാര്യമില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് ദൈവസന്നിധിയിൽ നേരോടെ വിശ്വസ്തോടെ ആയിരിക്കുന്നെങ്കിൽ, കർത്താവിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നെങ്കിൽ കർത്താവ് നമ്മളെ മാനിച്ച് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഈ ഒരു ഷോട്ട് എല്ലാവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മെസ്സേജ് നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.